ഒരാളുടെ അകത്ത് കയ്പ് കയറിയാൽ ഒരാളെ മാത്രമല്ല. അപ്പൊ ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാനും സന്തോഷത്തിൽ നടക്കാനും ദൈവരാജ്യത്തിലെ മിസ്റ്ററി ഇതാണ്. ഭയപ്പെടരുത്, ഭാരപ്പെടരുത്, വിചാരപ്പെടരുത്, മുമ്പോട്ട് പോകും എന്ന് പറയേണ്ട ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ കാണുമ്പോൾ ഇതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ലെന്ന്, നമ്മുടെ കാര്യം നോക്കിയാൽ നമുക്ക് പറ്റും എന്ന് ഞാൻ പറഞ്ഞാലോ നിങ്ങൾ ഡൗൺ ആയി പോകും. ഞാൻ അത് പറയാൻ കാരണം എന്തായിരിക്കും? എന്തോ അകത്ത് കയ്പിന്റെ വേര് വന്നു, അതിനെ മുളയിലെ മാറ്റണം. കയ്പിന്റെ വേര് വന്നെങ്കിൽ യേശു പറഞ്ഞു നിങ്ങൾ പറയണം വേരോടെ ഇത് പിഴുതു പോകാൻ. നിങ്ങൾ പറയുന്ന പോലെ നടക്കത്തുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എല്ലാ കയ്പുകളും മാറട്ടെ എന്ന് പറയുമ്പോൾ ഗുണം എന്താ? ദൈവത്തിന്റെ വഴികളും ദൈവം തന്ന കൃപയുടെ പരിപൂർണതയിലേക്ക് എത്തും. ആ ദൈവത്തിന്റെ പരിപൂർണത ക്രിസ്തു യേശുവാണ്. അവനിൽ നിന്നല്ലോ നാം എല്ലാവരും കൃപയെ മേൽ കൃപ പ്രാപിക്കുന്നു. ഇപ്പൊ കയ്പുണ്ടല്ലോ, കയ്പ് വന്നു കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും? നമുക്ക് യേശുവിൽ നിന്ന് നിറയുന്ന ആ നിറവ് വിട്ടിട്ട് സ്വയമേ നിറയ്ക്കാൻ നോക്കും. നിറയോ അതുമില്ല.